എല്ലാ എൻ്റെ മാന്യപ്രേക്ഷകർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനുലാൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസിബിൾ മീഡിയ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെയുള്ള വരവിൻ്റെ ഉദ്ദേശം നിങ്ങളെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആമസോൺ ഇന്ത്യയിൽ പോപ്പുലർ സെല്ലിംഗ് ആയ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതെ, ബോട്ട് സ്റ്റോൺ 1000 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ആമസോൺ ഇന്ത്യയുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിലാണ് ഇത് എനിക്ക് ലഭിച്ചത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്ന ബോക്സ്. ഇത് നമുക്ക് ഇനി മെല്ലെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് സ്റ്റോൺ 1000 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോക്സ് പാക്ക്. ഒരു ചെറിയ തുണി സഞ്ചിയിലാണ് അത് പാക്ക് ചെയ്ത് വന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ പുറത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തള്ളിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉള്ളത്, ഈ റെഡ് ബോക്സിനകത്ത്. അപ്പോൾ അത് നമുക്ക് മെല്ലെ പുറത്തെടുക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു വെൽക്കം ലെറ്ററാണ്. കണ്ടില്ലേ, വെൽക്കം ലെറ്റർ. ഇതിൻ്റെ കൺട്രോളിങ് സിസ്റ്റംസ് എല്ലാം ഇവിടെ വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു USB കേബിൾ ഇതിൽ കാണുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യാനോ മറ്റോ ഉപയോഗിക്കുന്ന കേബിളാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കർ മെല്ലെ പുറത്തെടുക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബോട്ട് സ്റ്റോൺ 1000 എന്ന ബ്ലൂടൂത്ത് സ്പീക്കർ. നല്ല ഒരു ക്വാളിറ്റിയാണ് കാണാനായിട്ട് കഴിയുന്നത്. സൂപ്പർ, നല്ല അടിപൊളി ഡിസൈനും ബിൽഡൊക്കെയാണ്. ഇപ്പോൾ സ്പീക്കർ നമ്മളങ്ങോട്ട് ജസ്റ്റ് മാറ്റി വയ്ക്കുന്നു. ഇനി ആ ബോക്സിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബോക്സിനകത്ത് 1-2 കാര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. ഒരു വാറണ്ടി കാർഡാണിത്. 1 ഇയർ മാനുഫാക്ചർ വാറണ്ടി എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത് കാണുന്നത് ഒരു 3.5 mm ഓഡിയോ പിന്നാണ്. രണ്ടുമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഹാർഡ്വെയർ സ്പെക്സിലേക്ക് വരാം. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് 4 ബട്ടൺ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പവർ ഓൺ ഓഫ് ബട്ടണാണ് ഈ കാണുന്നത്. ഇവിടെ മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണാണ് ഇവിടെ കാണുന്നത്. ഇത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണാണ്. ഇതിന് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു റബ്ബർ ഫ്ലാപ്പ് കൊടുത്തിരിക്കുന്നു. അവിടെ DC 5 വോൾട്ട് എന്നും ഓക്സ് എന്നും എഴുതിയിരിക്കുന്നു. ഓക്സ് കേബിൾ കൊടുക്കേണ്ട ഒരു കണക്റ്റിംഗ് പോർട്ടാണിത്. അതുപോലെ USB പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല. അടിവശത്ത് 2 റബ്ബർ ബുഷ് ഓരോ സൈഡിലും ഉള്ളതൊഴിച്ചാൽ വേറെ ഒന്നും തന്നെ കാണുന്നില്ല. ഇത് ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് വളരെ അഫോർഡബിളാണ്, അതായത് താങ്ങാവുന്ന പ്രൈസാണ്. നിങ്ങൾ വളരെ ലൗഡായിട്ടുള്ള ഒരു ഓഡിയോ ബേസ് സൗണ്ടിൽ കേൾക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഇതിൻ്റെ സൈസ് അത്ര കാര്യമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ബോട്ടിൻ്റെ സ്റ്റോൺ 1000 എന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ ബേസിക് PC-യുടെ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, അതിനേക്കാൾ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഓഡിയോ ആയിട്ടാണ് തോന്നിയത്. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമുക്ക് ഫോൺ കോൾസും അറ്റൻഡ് ചെയ്യാനുള്ള ഫീച്ചറുണ്ട്. ഒരു ഇൻബിൽറ്റ് മൈക്ക് ഈ ഒരു സ്പീക്കറിനകത്തായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ചും വളരെ ഇമ്പ്രസീവായിട്ടാണ് തോന്നിയത്. 3000 mAh ഒരു ബാറ്ററിയാണ് ഈ സ്പീക്കറിലുള്ളത്. 10 മണിക്കൂർ പ്ലേ ബാക്ക് ടൈമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഔട്ട്ഡോറിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ ഉപകരണം ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് പെയർ ചെയ്ത് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹൈ വോളിയത്തിലൊക്കെ നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഒരു സ്വല്പം ഡ്രെയിൻ ആകും എന്നുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ ഒഴിച്ചാൽ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ചില സൗണ്ട് സിസ്റ്റങ്ങളിൽ ഓഡിയോ ഒരൽപ്പം കൂട്ടിയാൽ, ഉദാഹരണത്തിന് ഒരു 90%, 100% ഒക്കെ നമ്മൾ കൂട്ടി വെച്ച് പാട്ട് കേൾക്കുമ്പോൾ ഒരു ഡിസ്റ്റോർഷൻ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു ഡിവൈസിൻ്റെ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ലൗഡായിട്ടുള്ള ഒരു സൗണ്ടാണ് അനുഭവപ്പെട്ടത്. 7 വാട്ട് വീതമുള്ള ഡുവൽ സ്പീക്കേഴ്സാണ് ഇതിനുള്ളത്.
ഫുൾ വോളിയത്തിൽ നോക്കുകയാണെങ്കിൽ 14 വാട്ട് സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു ഡിസൈനും ബിൽഡുമാണ് ഇതിനുള്ളത്. ഇത് ഒരു IPX5 റേറ്റിംഗ് ഉള്ള സ്പീക്കറാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെതായിട്ടുള്ള ചെറിയ തുള്ളികൾ വീണാലും അതുപോലെ ചാറ്റൽ മഴയും ഒക്കെ നനഞ്ഞാൽ തന്നെയും ഇതിന് ഒരു കേടുപാടും സംഭവിക്കുകയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് സ്പീക്കേഴ്സിനെ അപേക്ഷിച്ച് ഇത് വളരെ ഡിഫറൻ്റാണ്. കാരണം ഇതിൻ്റെ ഹെവി സൈസ് തന്നെയാണ്. ഇത് ഏകദേശം 1.5 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്പീക്കറാണ്. ഇത് മറ്റ് ബേസിക് സ്പീക്കേഴ്സിനെ അപേക്ഷിച്ച് 6 മടങ്ങ് വെയിറ്റ് അധികമുള്ള ഒരു ഡിവൈസാണ്. ഇത് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ഡിവൈസ് അല്ല, അത്രയ്ക്ക് കോമ്പാക്റ്റ് അല്ല. ഈ ഒരു സ്പീക്കറിൻ്റെ ബേസ് സൗണ്ട് വളരെ അടിപൊളിയാണ്. കൂടാതെ ഒരു പാസീവ് ബേസ് റേഡിയേറ്റർ ഇതിന് പിറകിലായി കൊടുത്തിട്ടുണ്ട്. ബേസും വളരെ പഞ്ചിയായിട്ടുള്ള ടോണും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ വളരെ ഇഷ്ടപ്പെടും. ഇത് തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന വളരെ മോൺസ്ട്രസ് ആയിട്ടുള്ള സൗണ്ട് തരുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഞാനിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അത്രയ്ക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പതിവായി പറയാറുള്ളത് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും ആ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അത്തരം പ്രോത്സാഹനമാണ് തുടർന്നും ഇത്തരം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുവാൻ എനിക്ക് പ്രചോദനമായി തീരുക. അതിനോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. അതല്ല നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.